Next, bill discounting. So bill discounting is one of the fund based financial service. Bill discounting എന്താണെന്ന് നിങ്ങൾ ബാങ്കിങ്ങിൽ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ബിൽ ഡിസ്കൗണ്ടിങ് ഉദ്ദേശിക്കുന്നത് ബാങ്ക് ബൈ ദ ബിൽ ബിഫോർ ഇറ്റ് ഈസ് ഡ്യൂ ആൻഡ് ക്രെഡിറ്റ് ദ വാല്യൂ ഓഫ് ദ ബിൽ ആഫ്റ്റർ എ ഡിസ്കൗണ്ട് ചാർജ് ടു ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട്. അതായത് ക്രെഡിറ്റ് സെയിൽ നടത്തുന്ന സമയത്ത് ഇപ്പോൾ ഒരു ബാങ്ക് ഒരു ഡെറ്ററും ക്രെഡിറ്ററും തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷനിൽ ഒരു ഫിനാൻഷ്യൽ ഒരു കമ്പനിയും അതിൻ്റെ ഡെറ്ററും തമ്മിലുള്ള ട്രാൻസാക്ഷനിൽ ക്രെഡിറ്റ് സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അയാൾക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ് അത് ആ ഒരു ബില്ല് ഡെറ്ററെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യാം, ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുക. ബാങ്കിൻ്റെ പെർമിഷനോട് കൂടെ അല്ലെങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യാം, ബാങ്കിൽ വെച്ചിട്ട് ഈ കമ്പനിക്ക് അത് ഡിസ്കൗണ്ടിങ് ചെയ്യാം. ഡിസ്കൗണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ എമൗണ്ട് ഒരു നിശ്ചിത ശതമാനം കമ്മീഷൻ കഴിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആ ഒരു കമ്പനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റേസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അക്കോർഡിംഗ് ടു ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 പറയുന്നുണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് എൻ അൺകണ്ടീഷണൽ ഓർഡർ. അൺകണ്ടീഷണൽ ഓർഡറാണ് സൈൻഡ് ബൈ ദ മേക്കർ directing a certain person to pay a certain sum of money only to or to the order of a certain person or to the bearer of that instrument. അതായത് ഒരു ഡെറ്റർ ബാങ്കിനോട് ഇൻസ്ട്രക്റ്റ് ചെയ്യുകയാണ് ഇന്ന ആൾക്ക് പേയ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള ഇത് ഒരു ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ബാങ്കിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഫീ ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസുകൾ ഏതൊക്കെയാണെന്നുള്ളത് പറയാം. ഫീ ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് മറ്റേതുപോലെ ഫണ്ട് ബേസ്ഡ് പോലെ ഫിക്സഡ് അസറ്റോ കറൻറ്റ് അസറ്റോ സെക്യൂരിറ്റി ആയി വെച്ചുകൊണ്ടുള്ളതല്ല. ഇവിടെ സർവീസസ് വേർ ഇൻ ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്പറേറ്റ് ഇൻ സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് ടു ഏൺ എ സബ്സ്റ്റാൻഷ്യൽ ഇൻകം ഇൻ ദ ഫോം ഓഫ് ഫീ ഓർ ഡിവിഡൻഡ് ഓർ ബ്രോക്കറേജ് ഓൺ ഓപ്പറേഷൻസ്. ഫീ അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള വരുമാനങ്ങൾ അങ്ങനെയുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനെയുള്ള ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സർവീസസ് ആണ് ഫീ ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസ്. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സർവീസസുകൾ പെടുന്നതാണ് മെർച്ചൻറ്റ് ബാങ്കിങ്, കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസ്, ക്രെഡിറ്റ് റേറ്റിംഗ്, സ്റ്റോക്ക് ബ്രോക്കിംഗ് എക്സെട്ര. സോ ഇതൊക്കെ 1 by 1 ആയിട്ട് പഠിക്കാം. മെർച്ചൻറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പനി. ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ് ഈസ് എ കമ്പനി ദാറ്റ് കണ്ടക്ട്സ് അണ്ടർ റൈറ്റിംഗ്. മെർച്ചൻറ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് കണ്ടക്ട് അണ്ടർ റൈറ്റിംഗ്, ലോൺ സർവീസസ്, ഫിനാൻഷ്യൽ അഡ്വൈസിംഗ് ആൻഡ് ഫണ്ട് റേസിംഗ് സർവീസസ് ഫോർ ലാർജ് കോർപ്പറേഷൻസ് ആൻഡ് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്. അപ്പോൾ വലിയ കമ്പനികൾക്കും ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനും ഫണ്ട് റേസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ അഡ്വൈസിങ് കൊടുക്കുന്ന ഒരു കമ്പനിയെയാണ് മെർച്ചൻറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ മെർച്ചൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. Unlike retail or commercial bank, merchant bank do not provide services to general public. ജനറൽ പബ്ലിക്കിന് കൊടുക്കില്ല, പക്ഷേ വലിയ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസിനും അതേപോലെ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനും കൊടുക്കുന്ന ഫിനാൻഷ്യൽ അഡ്വൈസസ് അതിലൂടെയൊക്കെ അവർക്ക് എന്തുണ്ടാകുന്നു, വരുമാനം ഉണ്ടാകുന്നു. സോ ഈ ഒരു സർവീസ് ഫീ ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസാണ് മെർച്ചൻറ്റ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ മെർച്ചൻറ്റ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസുകളാണ് ഈ മെൻഷൻ ചെയ്തിരിക്കുന്നത്. റേസിംഗ് ഫിനാൻസ് ഫോർ ക്ലയൻറ്റ്സ്, ബ്രോക്കർ ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, അഡ്വൈസ് ഓൺ എക്സ്പാൻഷൻ ആൻഡ് മോഡർണൈസേഷൻ, മാനേജിംഗ് പബ്ലിക് ഇഷ്യൂ ഓഫ് കമ്പനീസ്, ഹാൻഡ്ലിംഗ് ഗവൺമെൻറ്റ്സ് കൺസെൻറ്റ് ഫോർ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ്, സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്മോൾ കമ്പനീസ് ആൻഡ് എൻ്റർപ്രണേഴ്സ്, സർവീസസ് ടു പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്, revival of sick industrial units, portfolio management, corporate restructuring, money market operation, leasing, management of interest and dividend. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സാധാരണ ഒരു ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസുകളല്ല ഇതിലുള്ളത്, മറിച്ച് ബിഗ് കോർപ്പറേഷൻസിനും അതേപോലെ തന്നെ ലാർജ് സൈസ് നെറ്റ്വർത്തുള്ള ഇൻഡിവിജ്വൽസിനും പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സർവീസസുകളാണ് മെർച്ചൻറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റോക്ക് ബ്രോക്കിംഗ്. സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ ദ ഷെയർ മാർക്കറ്റ് ഐദർ ഇൻഡിവിജ്വലി ഓർ ത്രൂ എ ബ്രോക്കർ ഈസ് നോൺ ആസ് സ്റ്റോക്ക് ബ്രോക്കിംഗ്. അതായത് ഡിമാറ്റ് അക്കൗണ്ട് വഴി നമുക്ക് അറിയാം എങ്ങനെയാണ് ഒരു ഷെയർ വാങ്ങിക്കുക എന്നുള്ളത്. പ്രൈമറിലി നമ്മളിന്നൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഒരു ബ്രോക്കർ വഴിയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഹി ഓപ്പൺ എൻ അക്കൗണ്ട് ഹെൽപ്പിംഗ് ടു ഓപ്പറേറ്റ് ത്രൂ ഓൺലൈൻ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫെസിലിറ്റി. ഒരു സ്റ്റോക്ക് ബ്രോക്കർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്ററെ എല്ലാ കാര്യത്തിലും, അതായത് ഷെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അസിസ്റ്റ് ചെയ്യുന്നു. സോ സ്റ്റോക്ക് ബ്രോക്കർ തന്നെ 2 തരത്തിലുണ്ട്. സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറയുന്നത് ലൈസൻസ്ഡ് ഏജൻ്റ് ആണ്, ഹു ഹാസ് ടു പാസ് സെർട്ടൻ ക്വാളിഫൈഡ് ടെസ്റ്റ്
ടു ബി സർട്ടിഫൈഡ് ടു ഓഫർ സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ടു ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് അഡ്വൈസ് കൊടുക്കുന്നതിന് അവർ ആപ്റ്റ് ആണെന്ന് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ലൈസൻസ്ഡ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഹി ഓർ ഷീ മേ കൗൺസിൽ വാട്ട് ആൻഡ് വെൻ ടു ബൈ, വെദർ ടു ഹോൾഡ് ഓർ സെൽ, execute buy sell orders on behalf of investors and charge a percentage of transaction amount and brokerage fee for the services rendered. ഈ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് അവരൊരു സർവീസ് ഫീ ചാർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ സർവീസാണ്. ഇവിടെ എന്താണ് ചെയ്യണത് വെച്ചാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ, ഒരു കോർപ്പറേഷൻ്റെ ക്രെഡിറ്റ് കപ്പാസിറ്റി എത്ര ഉണ്ട് എന്നുള്ള മെഷർ ചെയ്യുന്ന ഏജൻസിയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ കമ്പനിക്ക് വേറെ ആരെങ്കിലും എന്ത് കൊടുക്കുള്ളൂ, കടത്തിന് സാധനങ്ങൾ കൊടുക്കുള്ളൂ. സോ അവരായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ക്രെഡിറ്റ് വർത്തിനെസ് അറിയണം. സോ ആ ക്രെഡിറ്റ് വർത്തിനെസ് മെഷർ ചെയ്യുന്ന ഏജൻസിയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസിക്ക് എക്സാമ്പിളാണ് ക്രൈസിൽ, ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ക്രൈസിൽ. സോ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെയാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആസ് പെർ ദ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് റെഗുലേഷൻ 1999, റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an opinion regarding securities expressed in the form of standard symbols assigned by a credit rating agency used by an issuer of such securities. ഒരു സിമ്പിൾ കൊടുക്കുക, അതായത് ഒരു മാർക്ക് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നാക് അക്രഡിറ്റേഷൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കമ്പനിക്കുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് റേറ്റ് ഉണ്ടായിരിക്കും. എത്രയാണ് റേറ്റ്, ആ റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ക്രെഡിറ്റ് വർത്തിനെസ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുക. സോ അങ്ങനെയുള്ള ക്രെഡിറ്റ് വർത്തിനെസ് മെഷർ ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എന്ന് പറയുന്നത്. സോ ക്രൈസിൽ റേറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് എൻറ്റിറ്റീസ് ഇൻക്ലൂഡിംഗ് ഇൻഡസ്ട്രിയൽ കമ്പനീസ്, ബാങ്ക്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, ഇൻഫ്രാസ്ട്രക്ചറൽ എൻറ്റിറ്റീസ്, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഷുറൻസ് കമ്പനീസ്, മ്യൂച്വൽ ഫണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്, അർബൻ ലോക്കൽ ബോഡീസ് എക്സെട്ര. ഇവരെയൊക്കെ ക്രൈസിൽ ആണ് മെഷർ ചെയ്യുന്നത്. അതുപോലെ ഇക്ര ഉണ്ട്. ഇക്ര എന്ന് പറയുന്നതും ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ഓക്കെ, ദെൻ ഫിനാൻഷ്യൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ കോൺസെപ്റ്റാണ്. നമ്മൾ കുറേ ഫിനാൻഷ്യൽ കോൺസെപ്റ്റുകളാണ് ഇപ്പോൾ പറഞ്ഞത്. ഫിനാൻഷ്യൽ അസറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്, അതേപോലെയുള്ളൊരു കോൺസെപ്റ്റാണ് ഫിനാൻഷ്യൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. സോ റേറ്റ് ഓഫ് റിട്ടേൺ എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് ഇൻവെസ്റ്റഡ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ റേറ്റിനെയാണ്, റിട്ടേൺ റേറ്റിനെയാണ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. So it is seen as the investment done in financial assets like equities in the capital market carry high rate of return compared with those investments such as investment in gold. സോ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ പറയുമ്പോൾ നമ്മളൊരു ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലായിരിക്കും ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴോ ലോ റേറ്റ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ റിസ്ക് വളരെ കുറവാണ്. അപ്പോൾ റിസ്ക് കൂടുന്നതിനനുസരിച്ചിട്ട് റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലായിരിക്കും. നമുക്കറിയാം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് അവർ റിസ്ക്കിയാണ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് റിട്ടേൺ കിട്ടുള്ളൂ, ലോസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് റിട്ടേൺ കിട്ടില്ല. സോ അതൊരു റിസ്ക്കി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. സോ ആ റിസ്ക് ഫേസ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നുണ്ട്. സോ എന്താണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പോളിസി ഉദ്ദേശിക്കുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് പോളിസി പറയുക ഗവൺമെൻറ് കുറച്ച് റേറ്റ് ഓഫ് റിട്ടേൺ ഫിക്സ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഫെസിലിറ്റേറ്റ് ദ ഗവൺമെൻറ് ടു ബോറോ ഫണ്ട് ഫ്രം ക്യാപിറ്റൽ മാർക്കറ്റ് ഇക്കണോമിക്കലി. നമ്മളിപ്പോൾ പലതരത്തിലുള്ള റേറ്റുകൾ ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ആ റേറ്റുകളിൽ ചേഞ്ചും ഗവൺമെൻറ് വരുത്തുന്നുണ്ട്. സോ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഈ ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ച് വരുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാപിറ്റൽ മാർക്കറ്റ് നിന്നും ഫണ്ട് എക്കണോമിക്കലി റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാക്രോ എക്കണോമിക് സിസ്റ്റത്തിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ സപ്പോർട്ട് സർട്ടൻ സെഗ്മെൻറ്റ്സ് ത്രൂ പ്രിഫറൻഷ്യൽ ലെൻഡിങ് റേറ്റ് കൊടുക്കുന്നത് വഴി ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് മൊബിലൈസ് ദ സേവിങ്സ് ഇൻ ദ ലാർജ് ക്വാണ്ടിറ്റി ഫ്രം ദി ഇക്കണോമി. നമുക്കറിയാം സേവിങ്സ് ഉള്ള ആളുകളിൽ നിന്നും ഇത് ആവശ്യമുള്ള ബോറോവേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സോ അതിനുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് പോളിസി, നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റ് പോളിസി ഓരോ ഗവൺമെൻറ്റും ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ,
സോ ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റം എന്നുള്ളതിൻ്റെ കോമ്പണൻസ്, അതിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതിൽ ഫിനാൻഷ്യൽ അസറ്റ്സ് ഉണ്ട്, അതിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഉണ്ട്, ദെൻ ഫിനാൻഷ്യൽ റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ട്. ദെൻ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ ബ്രോഡ്ലി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 4 പ്രധാനപ്പെട്ട കോമ്പണൻസ് ആണുള്ളത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഫിനാൻഷ്യൽ സർവീസസ്. അതിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏതൊക്കെയാണ് പെടുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക് ഉണ്ട്, ഫോറിൻ ബാങ്ക് ഉണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തന്നെ പ്രൈവറ്റ് ബാങ്ക് ഉണ്ട്, പബ്ലിക് ബാങ്ക് ഉണ്ട്. ഓക്കെ. ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് അൺഓർഗനൈസ്ഡ് സെക്ടർ ഉണ്ട്, ഓർഗനൈസ്ഡ് സെക്ടർ ഉണ്ട്. ഓർഗനൈസ്ഡ് സെക്ടറിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിനെ പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നുമായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. ദെൻ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത് ഫണ്ട് ബേസ്ഡ് സർവീസ് ഉണ്ട്, ഫീ ബേസ്ഡ് സർവീസസ് ഉണ്ട്. സോ ഇതെല്ലാം നമ്മൾ ക്ലിയറായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ.